Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Wa a'udzu billahi as-sami'il 'alim minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladzina amanu kutiba alaikumus siyam kama kutiba alal ladzina min qablikum la'allakum tattaqun. Sadaqallahul azim. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിധികർത്താക്കളെ, സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കിന്നിവിടെ സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം കാരുണ്യത്തിന്റെ റമളാൻ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് മഴ പോലെ കാരുണ്യങ്ങൾ ചൊരിയുന്ന റമളാൻ നമ്മിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. ഞാൻ ആദ്യമേ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കുത്തിബ അലൈക്കുമുസ് സിയാം, ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത് നമുക്ക് മുമ്പുണ്ടായിരുന്ന ജനസമൂഹങ്ങൾ നോമ്പിലൂടെ സൂക്ഷ്മത പാലിച്ച് വിജയികളായതുപോലെ നമ്മളും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് വിജയികളാകുവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവൻ സൂക്ഷ്മതയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് മരണവുമായിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് മുറപ്രകാരം സൂക്ഷിക്കുവാനും നിങ്ങളിൽ ആരും മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടാനും പാടില്ല എന്നുമാണ് താക്കീത് നൽകിയിരിക്കുന്നത്. മുസ്ലിമായി ജീവിച്ച് മരണപ്പെടണമെങ്കിൽ തഖ്വ നിർബന്ധമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിൽ ചെയ്തു തരുന്ന കാരുണ്യങ്ങളെ വിലയിരുത്തേണ്ടത്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർള് ചെയ്താൽ 70 മുതൽ 70,000 വരെ കൂലി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചതിന്റെ തുല്യമായ കൂലി. റമളാൻ മാസത്തിൽ പാവപ്പെട്ടവരെയും അനാഥരെയും സഹായിക്കേണ്ട മാസമാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കേണ്ട മാസമാണ്. മാതാപിതാക്കളോടും സഹജീവികളോടും സർവ്വ ജീവജാലങ്ങളോടും കരുണ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഈ മാസത്തിൽ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാചിനെയും അവന്റെ കൂട്ടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടുന്നതാണ്. നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴകൾ ഏറ്റുവാങ്ങുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യങ്ങൾ ഏറ്റുവാങ്ങുവാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.